നമസ്കാരം, ഞാൻ കൃഷ്ണകുമാർ. ഇൻസ്പയറിംഗ് മൈൻഡ്സിലേക്ക് സ്വാഗതം. ജീവിതം ഒരു യാത്രയാണ്. ഈ യാത്രയെ ഒരു ട്രെയിൻ യാത്രയോട് നമുക്ക് കമ്പയർ ചെയ്യാം. യാത്ര തുടങ്ങുമ്പോൾ പലരും നമ്മുടെ കൂടെ ഉണ്ടാകും. പലരും ഇടയ്ക്ക് വെച്ച് കയറും. അതുപോലെ പലരും ഇടയ്ക്ക് വെച്ച് ഇറങ്ങിപ്പോവുകയും ചെയ്യും. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അധ്യാപകർ, സഹപാഠികൾ, ഭാര്യ, ഭർത്താവ്, മക്കൾ, സഹപ്രവർത്തകരെ, അങ്ങനെ പലരും നമ്മുടെ യാത്രയുടെ ഭാഗമാണ്. ഇതിൽ പലരും നമ്മുടെ വളർച്ചയിൽ കൂടെ നിൽക്കുന്നവരും മാനസികമായും സാമ്പത്തികമായും നമ്മളെ സഹായിക്കുന്നവരും നമ്മുടെ വളർച്ചയിൽ സന്തോഷിക്കുന്നവരും ആയിരിക്കും. അതുപോലെ നമ്മുടെ പരാജയം ആഗ്രഹിക്കുന്നവരും എന്തിനേതിനും കുറ്റം പറയുന്നവരും നമ്മുടെ നെഗറ്റീവുകൾ മാത്രം കാണുന്നവരും ഉണ്ടായിരിക്കും. നമ്മുടെ സമയം അപഹരിക്കുന്ന, എന്തിനും കുറ്റം മാത്രം കാണുന്ന, പോസിറ്റീവ് എനർജി തരാത്ത വ്യക്തികൾ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ അവരെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ്. ഈ 7 തരത്തിലുള്ള വ്യക്തികളെയാണ് ടോക്സിക് പീപ്പിൾ എന്ന് പറയും. ഇതിൽ ആദ്യത്തെ വിഭാഗമാണ് ഫേക്ക് കോംപ്ലിമെൻ്റർ എന്ന് പറയും. എന്തിനും ഏതിനും നമ്മളെ പുകഴ്ത്തി സംസാരിക്കുന്നവരാണ് ഇക്കൂട്ടർ. നമ്മുടെ രൂപത്തിനെ പറ്റിയും നമ്മുടെ വസ്ത്രത്തിനെ പറ്റിയും നമ്മുടെ പ്രവൃത്തികളെ പറ്റിയും ഒരു ആത്മാർത്ഥതയും ഇല്ലാതെ അവർ പുകഴ്ത്തി സംസാരിച്ചു കൊണ്ടിരിക്കും. രണ്ടാമത്തെ വിഭാഗമായ ക്രിട്ടിസൈസർ നമ്മുടെ എല്ലാ പ്രവൃത്തികളെയും വിമർശിച്ചു കൊണ്ടിരിക്കും. നല്ലത് ചെയ്താലും കുറ്റം മാത്രമേ ഇക്കൂട്ടർ കാണുകയുള്ളൂ. ഭരണകക്ഷിക്കെതിരെ പ്രതിപക്ഷം സ്വീകരിക്കുന്ന നിലപാട് പോലെ നല്ലത് ചെയ്താലും കുറ്റം മാത്രം കാണുന്നു. നമ്മുടെ എനർജി ഊറ്റി കുടിക്കുന്നവരാണ് മൂന്നാമത്തെ വിഭാഗം. അവരെ നമുക്ക് എനർജി ഡ്രയർ എന്ന് പറയാം. അവരെപ്പോഴും നമുക്ക് നെഗറ്റീവ് എനർജി മാത്രമേ തരികയുള്ളൂ. നാലാമത്തെ കൂട്ടരാണ് സെൽഫിഷ് പീപ്പിൾ. അവരുടെ കാര്യം നടക്കാൻ വേണ്ടി നമ്മളെ കൂട്ടുപിടിക്കുക എന്നതല്ലാതെ നമുക്ക് വ്യക്തിപരമായി അവരെ കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടായിരിക്കുന്നതല്ല. അഞ്ചാമത്തെ കൂട്ടരാണ് ത്രെട്ടൺ പീപ്പിൾ. നമ്മുടെ ഭൂതകാലത്തെ പറ്റി കൃത്യമായി അറിയുന്ന കൂട്ടരാണ് ഇവർ. അവർ അതിനെ ചൂഷണം ചെയ്യുന്നു. കൃത്യമായി അവർ മുതലെടുപ്പ് നടത്തുന്നു. ആറാമത്തെ വിഭാഗം ആളുകളാണ് ആക്ടിംഗ് പീപ്പിൾ. അവർ നമ്മുടെ വെൽവിഷറാണെന്ന് അഭിനയിച്ചു കൊണ്ടിരിക്കും. അവർ നമ്മളെ സ്നേഹിക്കുകയാണെന്ന് മാനിപ്പുലേറ്റ് ചെയ്യും. യഥാർത്ഥത്തിൽ ഒരു പ്രശ്നം വന്നാൽ ഇവരുടെ പൊടി പോലും കണ്ടുപിടിക്കാനുണ്ടാവില്ല. അവസാനത്തെ വിഭാഗം ആളുകളാണ് വിക്ടിം പീപ്പിൾ. ഇവർ ഇരവാദം ഉന്നയിക്കുന്നവരാണ്. അവരുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞ് നമ്മുടെ സഹതാപം പിടിച്ചു പറ്റി നമ്മളിൽ നിന്ന് പരമാവധി ആനുകൂല്യം കൈപ്പറ്റാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നു. ഈ 7 തരത്തിലുള്ള വ്യക്തികളെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നിർബന്ധമായും ഒഴിവാക്കേണ്ടതാണ്. ജീവിത വിജയത്തിന് ഇത് അനിവാര്യമാണ്. താങ്ക് യു.